ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു 6 ഷോൾഡറിൻ്റെ വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഷോൾഡറിൻ്റെ മിഡിൽ ഭാഗം, അതിനൊക്കെ തന്നെ നമ്മുടെ ആ ഒരു ഫ്രണ്ട് സൈഡ്. ഓക്കെ, അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പം നമ്മുടെ ഷോൾഡറിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കാനും, എന്ന് വെച്ചാൽ നമുക്ക് പ്രായമായി വരുന്തോറും നമ്മുടെ ഷോൾഡറിനൊക്കെ തേയ്മാനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വർക്കൗട്ടുകളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് അല്ലെങ്കിൽ നമ്മൾ പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷോൾഡറിനൊക്കെ ഉണ്ടാകുന്ന പരമാവധി ഈ തേയ്മാനങ്ങളും ഒക്കെ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഷോൾഡറിനെ നല്ല രീതിയിൽ നമുക്ക് നല്ല കരുത്തുറ്റതാക്കി വെക്കാനായിട്ട് സഹായിക്കുന്ന 6 വർക്കൗട്ടുകളാണ്. അപ്പം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരു 2 ഡമ്പൽ നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പം ഡമ്പൽസ് നമുക്കറിയാം ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടുന്ന വളരെ വില കുറച്ചൊക്കെ കിട്ടുന്ന സാധനമാണ്. അപ്പം നിങ്ങൾക്ക് 2 ഡമ്പൽസ് നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾ മേടിച്ച് വെക്കുക. അപ്പം ഈ വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ബ്രീത്ത് എടുക്കേണ്ട രീതികൾ ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നല്ല കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഷോൾഡർ ഭാഗത്തിനൊക്കെ നല്ല ഒരു ബലവും അതിനൊക്കെ തന്നെ നമ്മുടെ ആ ഒരു സ്ട്രെങ്തും ഒക്കെ വർദ്ധിപ്പിച്ചെടുക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ടുകളാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിനൊക്കെയുള്ള നല്ല നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഫിറ്റ്നസ് വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ആ വിലയേറിയ കമൻസുകൾ ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് എനിക്കും കൂടെ ഒരു പ്രോത്സാഹനമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ട് 6 ഷോൾഡറിൻ്റെ വർക്കൗട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. ആദ്യത്തെ വർക്കൗട്ടാണിത്. അപ്പം നിങ്ങളിതൊരു ചെയറിൽ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ചെയറിൽ ഇരിക്കുക, നിങ്ങളുടെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് നിങ്ങൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം നിങ്ങൾ ഡമ്പൽ നിങ്ങളുടെ കൈകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഇതാണ് വർക്കൗട്ട്. ഷോൾഡർ പ്രസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്, ഡമ്പൽ ഷോൾഡർ പ്രസ്. ഓക്കെ, അപ്പം ഇതാണ് വർക്കൗട്ട്. അപ്പം നിങ്ങൾ താപ്പോട്ട് ഇങ്ങനെ സ്ലോവിൽ കൊണ്ടുവരിക, അതിനുശേഷം മേപ്പോട്ട് കൊണ്ടുപോവുക. ഇത് ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ നിങ്ങൾ ചെയ്യണം. പകുതി വരെ പൊക്കരുത്. ഫുള്ളായിട്ട് ഞാൻ ഈ ചെയ്യുന്ന അതേ കണക്ക് തന്നെ ഡമ്പൽസ് തമ്മിൽ കൂട്ടി പരമാവധി മുട്ടിക്കാനായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സിൻ്റെ ഒരു 3 സെറ്റാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങൾ വെയിറ്റ് കൺട്രോൾ ചെയ്ത് വേണം ചെയ്യാൻ. ഒരുപാട് ഫാസ്റ്റായിട്ട് ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫാസ്റ്റായിട്ട് ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ചെയ്യും. അവസാനം ഷോൾഡറിനെ വല്ല പരുക്കുകളും പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പം വളരെ കൺട്രോൾ ചെയ്ത് താപ്പോട്ടിറക്കുക, അതിനെ തന്നെ അപ്പ് ചെയ്യുക. ഓക്കെ, അതിനെ തന്നെ നമ്മുടെ ഡമ്പൽ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് അകത്തോട്ട് ഇൻ ചെയ്യണം. അതിനെ തന്നെ മേളിലോട്ട് നിങ്ങൾ ആ ഡമ്പൽസ് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. അടുത്ത നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് അർണോൾഡ് പ്രസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പം നമ്മളിത് സിംഗിൾ ആം, ഇപ്പോൾ ഒരു കയ്യിലാണ് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിങ്ങനെ ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് ചെയറിലിരിക്കുക. അതിനുശേഷം ഇതേ കണക്ക് ഉയർത്തുക. അതിനുശേഷം പതുക്കെ താപ്പോട്ട് കൊണ്ടുവന്നതിന് ശേഷം കൈയൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട്. ഇതാണ് നമ്മുടെ വർക്കൗട്ട്. ഓക്കെ, ഇത് അർണോൾഡ് പ്രസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. അർണോൾഡ് ഷോൾഡർ പ്രസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇത് നിങ്ങൾ ഒരു കയ്യിൽ 15 റെപ്സ് വെച്ച് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ കൺട്രോൾ ചെയ്ത് സ്ലോവിൽ വേണം ചെയ്യാൻ. ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഇതേ കണക്ക് ഡമ്പൽ ഹോൾഡ് ചെയ്തെടുക്കുക. അതിനുശേഷം അപ്പ് ആൻഡ് സ്ലോലി താപ്പോട്ട് വരിക, ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട്. വീണ്ടും അതേ കണക്ക് തന്നെ. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. ഇത് നിങ്ങൾ ഓരോ കയ്യിലും 15 റെപ്സ് ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ചെയ്യുക. അടിപൊളി വർക്കൗട്ടാണ്. അതിനെ തന്നെ നമ്മൾ താപ്പോട്ട് ഡമ്പൽസ് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യണം. മേളിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യണം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഷോൾഡറിനെയൊക്കെ ബലപ്പെടുത്താനും നല്ല ആരോഗ്യത്തോടെയൊക്കെ കരുത്തോടെയൊക്കെ നമ്മുടെ ഷോൾഡറിനെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ സൂപ്പർ വർക്കൗട്ടുകളാണ് ഇതെല്ലാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്തായിട്ട് നമുക്ക് നമ്മുടെ 3ാമത്തെ വർക്കൗട്ടിലോട്ട് പോകും. അപ്പോൾ ഇത് നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, 2 ഡമ്പൽസ് നിങ്ങൾ കയ്യിലെടുക്കുക. അതിനുശേഷം ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളഞ്ഞൊന്നും നിൽക്കരുത്, സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം ഇതേ കണക്ക് അടുത്ത നെക്സ്റ്റ് കൈ ഇത് വീണ്ടും നമ്മൾ 2 കൈ കൊണ്ടാണ് ഉയർത്തുന്നത്. ഡമ്പൽ ലാറ്ററൽ റൈസ് എന്നാണ് ഈ വർക്കൗട്ടിൻ്റെ പേര്. ഓക്കെ, 1 2
2 കൈ കൊണ്ട്. ഇതാണ് നമ്മുടെ ഒരു സെറ്റ് എന്ന് വെച്ചാൽ 1 2 and 3. ഇതാണ് നമ്മുടെ ഒരു സെറ്റ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ 15 റെപ്സ് 15 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, അടിപൊളി വർക്കൗട്ടാണിത്. ഇത് നമ്മുടെ ഈ മിഡിൽ ഡെൽറ്റോയിഡിനൊക്കെ നല്ലൊരു വർക്കൗട്ടാണ്. അതിനൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ലൈറ്റ് വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് ഹെവി ആയിട്ടുള്ള ഡമ്പലൊന്നും വെച്ചിട്ട് മാക്സിമം ചെയ്യാതിരിക്കുക. നമ്മൾ പല ആൾക്കാരും വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വലിയ വെയിറ്റ് കൂടിയ അവരെ കൊണ്ട് പൊക്കാൻ പറ്റാത്ത ഡംബിൾസുകളൊക്കെ എടുത്തിട്ട് ബോഡിയൊക്കെ ഇട്ട് കുലുക്കി ആട്ടി ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഇതിനൊക്കെ തന്നെ നിങ്ങൾ താപ്പോട്ട് ഡംബിൾസ് വരുമ്പോൾ ബ്രീത്ത് ഇൻ ചെയ്യുക, മേലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. അപ്പം 15 റെപ്സാണ് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമ്മുടെ 4ാമത്തെ വർക്കൗട്ടാണ്. ഓക്കെ, ഇങ്ങനെ ഡംബൽ എടുക്കുക, അതിനുശേഷം മേളിലോട്ട് കണ്ടല്ലോ, താപ്പോട്ട് ഡൗൺ ആൻഡ് ഷോൾഡർ ലെവൽ ആൻഡ് അപ്പ്, ഷോൾഡർ ലെവൽ ഡൗൺ, വീണ്ടും അപ്പ്. ഓക്കെ, ഇതാണ് നമ്മുടെ 4th വർക്കൗട്ട്. ഓക്കെ ഫ്രണ്ട്സ്, ഇതും നല്ല സൂപ്പർ വർക്കൗട്ടാണ്. നമ്മുടെ ഷോൾഡറിന് മൊത്തത്തിൽ നമ്മുടെ ഷോൾഡറിൻ്റെ എല്ലാ പാർട്സിനും മിഡിൽ ആൻഡ് നമ്മുടെ ബാക്ക് ഷോൾഡർ, റയർ ഡെൽസ്, അതിനൊക്കെ തന്നെ നമ്മുടെ സൈഡ് ഡെൽറ്റോയിഡിനൊക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പം നിങ്ങൾ ഇതാണ് വർക്കൗട്ട്. താപ്പോട്ട് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക, അതിനൊക്കെ തന്നെ മേലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓക്കെ, ഇതാണ് സൂപ്പർ വർക്കൗട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 15 റെപ്സാണ്. അപ്പം ഇതും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകൾ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ 3 സെറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. 5ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. 5ാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ഈ ഫ്രണ്ട് ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. ഓക്കെ, ഫ്രണ്ട് ഡെൽറ്റോയിഡിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഇതും നിങ്ങൾ ബോഡി എന്നിട്ട് ഷെയ്ക്ക് ചെയ്യാതെ മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, ഇങ്ങനെ മേളിലോട്ട് 1 ഓരോ കയ്യിലും നിങ്ങൾ 15 പ്രാവശ്യം വെച്ചാണ് ചെയ്യേണ്ടത്. ഒരു കയ്യിൽ നിങ്ങൾ 15 പ്രാവശ്യം വെച്ച്, അതിനൊക്കെ തന്നെ ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ ഈ കൈ നിങ്ങളുടെ തലയുടെ മുകളിലോട്ട് നിങ്ങൾ ഉയർത്തരുത്. അത് നിങ്ങളുടെ ഈ ഷോൾഡർ മസിലിന് നല്ല രീതിയിൽ ഇഞ്ചറി ഉണ്ടാക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ 5ാമത്തെ വർക്കൗട്ടും. ഇത് അടിപൊളി ഒരു വർക്കൗട്ടാണ്. നിങ്ങളുടെ ഈ ഫ്രണ്ട് ഡെൽറ്റോയിഡിന് നല്ല ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വർക്കൗട്ടാണ്. അപ്പം ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ നിങ്ങൾ വീട്ടിൽ വളരെ സാവധാനത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഷോൾഡറിനൊക്കെ നല്ല ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്ന അടിപൊളി വർക്കൗട്ടുകളാണ്. അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഫ്ലോർ വർക്കൗട്ട് ചെയ്യുകയാണ്, ഒരു കാലിസ്തനിക് വർക്കൗട്ട് ചെയ്യുകയാണ്. നമ്മുടെ ഡംബിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ടാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പീക്ക് പുഷപ്പ് എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. ഇത് നമ്മുടെ ഡെൽറ്റോയിഡിനും ഷോൾഡർ മസിലിനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ വരിക. അതിനുശേഷം ഇതാണ് വർക്കൗട്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഷോൾഡർ മസിലിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നൊരു വർക്കൗട്ടാണ്. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് നിങ്ങൾ താപ്പോട്ട് വരിക. ബ്രീത്ത് ഇൻ ചെയ്യുക ആൻഡ് ബ്രീത്ത് ഔട്ട്. പതുക്കെ താപ്പോട്ട് വരിക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അടിപൊളി വർക്കൗട്ടാണിത്. ഇത് നിങ്ങളൊരു 12 റെപ്സിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷോൾഡറിൻ്റെ വർക്കൗട്ട്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ വർക്കൗട്ട് വീട്ടിൽ എന്തായാലും ഫോളോ ചെയ്യുമെന്ന്. കാരണം ബ്രീത്തിങ് ഉൾപ്പെടെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമായിട്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പം നിങ്ങൾ ഇതിനൊക്കെയുള്ള നല്ല നല്ല ഫിറ്റ്നസ് വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.